നമസ്കാരം, ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസ് ആൻഡ് ടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019. വയനാട് ലോക്സഭാ മണ്ഡലം എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കപ്പെടുന്നു, എന്തുകൊണ്ട് വയനാട്, അതാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് ടോക്ക് ചർച്ച ചെയ്യുന്ന വിഷയം. വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമായി മൂന്നാമത് തെരഞ്ഞെടുപ്പാണ് 2019 നടക്കാൻ പോകുന്നത്. നിരവധി വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന പിന്നാക്ക പ്രദേശം കൂടിയായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി വരികയാണ്. ജയപരാജയങ്ങൾക്കപ്പുറത്ത് വയനാട് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കിട്ടാതെയാണ് വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ആത്മവിശ്വാസം കൈമുതലാക്കി യു.ഡി.എഫും യു.ഡി.എഫ് കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ടേ മുൻപന്തിയിലായി എൽ.ഡി.എഫും പുതിയ മുന്നണി സമവാക്യങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് എൻ.ഡി.എയും കളത്തിലിറങ്ങുകയാണ്. എന്നാൽ വയനാട് നേരിടുന്ന പ്രശ്നങ്ങൾ ഒട്ടും ചർച്ച ചെയ്യാതെ വോട്ട് ശതമാനം കൂട്ടി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നണികൾക്കുള്ളത് എന്ന ആരോപണം മണ്ഡലത്തിൽ വ്യാപകമായി ഉയരുന്നുണ്ട്. വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി വയനാടൻ ജനത അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായെന്നും വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇനിയും എത്ര കാത്തിരിക്കണമെന്ന ചോദ്യങ്ങളുമായി വോട്ടർമാരും മുന്നണികൾ മുൻപോട്ട് വയ്ക്കുന്ന വോട്ടുരാഷ്ട്രീയം എത്ര കണ്ട് ഫലവത്താകും എന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമാകും എന്ന കാര്യം ഉറപ്പായി. ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂസ് ആൻഡ് ടോക്കിലേക്ക്. എന്തുകൊണ്ട് വയനാട്? വിശദമായ ചർച്ച പ്രേക്ഷകർക്ക് നൽകുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ശ്രീ ബിനു ജോർജ്, അതോടൊപ്പം ശ്രീ കെ.എം. ഷിനോജ്, കൂടാതെ ഗോത്ര എന്ന പുതിയ മുന്നണി രൂപവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന ശ്രീ ബിജു കാക്കത്തോട്. മൂന്നുപേരുമാണ് ചേരുന്നത്. മൂന്നുപേർക്കും ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം. ശ്രീ ബിനു ജോർജ്, നമ്മൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിച്ചേർന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത്, ഒരു പക്ഷേ മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്തത് വയനാട് ലോക്സഭാ മണ്ഡലം. വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്ന് പറയുന്നത് വിജയം എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. പക്ഷേ ഈ വിജയലക്ഷ്യം കൈവരിക്കാനുള്ള അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ, പ്രത്യേകിച്ച് വയനാടിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? വെറും രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ജനങ്ങളുടെ, പ്രത്യേകിച്ച് കാർഷിക മേഖല എന്നറിയപ്പെടുന്ന വയനാട്, ആ കാർഷിക പ്രശ്നങ്ങൾ, കർഷകന്റെ പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ് എന്നുള്ള വിഷയം, അങ്ങനെ നിരവധി വിഷയങ്ങൾ നമുക്ക് ചർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കും. ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ നിലവിലുള്ളപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്? രാഷ്ട്രീയ പാർട്ടികളുടെ വിജയലക്ഷ്യം മാത്രമാണോ അവർ മുന്നിൽ കാണുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മാധ്യമരംഗത്ത് നിന്നും താങ്കൾക്ക് എങ്ങനെ ഇതിനെ വിലയിരുത്താൻ സാധിക്കും? നിശ്ചിത ഇടവേളകളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വയനാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വയനാട് റെയിൽവേ, നമുക്ക് പുറത്തേക്ക് പോകാൻ അടിയന്തരമായ സാഹചര്യങ്ങൾ, പുറത്തേക്ക് റോഡില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, ആതിരാലയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ ഒരു പ്രശ്നമുള്ളത്, ഈ തെരഞ്ഞെടുപ്പിലും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഗണ്യമായി സ്വാധീനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിന് ഉള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കർഷകർ ഉൾപ്പെടുന്ന വയനാട് സമൂഹം വളരെയധികം മാറപ്പെട്ടിരിക്കുന്നു. കാരണം അന്ധമായ ഒരു കക്ഷി രാഷ്ട്രീയമാണ്. അതായത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിൽ സംഘടിക്കണം എന്നൊരു ബോധമൊന്നും കർഷകർക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ അടിമത്തത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ഒരു കർഷകൻ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആ കർഷകൻ ഒരു CPM ആണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ അതിന് പകരം CPM കാരനായ കർഷകൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായ കർഷകൻ, കാരണം അവിടെ രാഷ്ട്രീയമാണ് എല്ലാവരും നോക്കുന്നത്. കർഷകൻ അവൻ്റെ ജീവനോപാധിയായ കാർഷിക മേഖലയാണെങ്കിൽ കർഷകൻ ഏറ്റവും പ്രധാന കാർഷിക വൃത്തിക്കാണ് വരുന്നത്. അതൊക്കെ മാറിയല്ലോ. പിന്നെ ഒരു ഘടകം വരുന്ന വർഗീയത. അന്നേരം വികസന അജണ്ടകളെല്ലാം മാറ്റിവെച്ച് ഈ ജാതി മത ശക്തികൾ, സമ്മർദ്ദം, വർഗീയത എനിക്ക് തോന്നുന്നു. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടും എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഈ ഒരു കാഴ്ചപ്പാട്, അതായത് ശ്രീ കെ.എം. ഷിനോജ്, വർഗീയപരമായ കാഴ്ചപ്പാട്, വോട്ട് രാഷ്ട്രീയം,
അതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നത്. ഇവിടെയൊക്കെ വയനാട്ടുകാരനായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും ആലോചിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വയനാടിന്റെ ഇതുവരെയുള്ള വികസന പ്രശ്നങ്ങൾക്ക് എത്രത്തോളം ലക്ഷ്യം കാണാൻ, വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് വയ്ക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയ കക്ഷികൾ ആകെ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക, വിജയ ലക്ഷ്യം ഉയർത്തുക, വിജയ ലക്ഷ്യം കാണുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടിനെ, പരസ്പര വിരുദ്ധമായ ഈ കാഴ്ചപ്പാടുകളെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? തീർച്ചയായും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയങ്ങളിൽ വയനാട് ജില്ല അഭിമുഖീകരിച്ചത് സമാനതകളില്ലാത്തൊരു ദുരന്തമായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം, ജില്ല ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. എല്ലാ റോഡുകളും ബ്ലോക്കാവുന്നു, വയനാടിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു രീതിയിൽ പോലും നമുക്ക് മുഖ്യധാരയുമായി ലയിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴാണ് അതിനുശേഷം വരുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണിത്. ഇവിടെ നമ്മൾ വയനാടിൻ്റെ പൊതുവിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചുരം കയറി വരുമ്പം നിരന്തരം കടന്നു പോകുന്ന, സൈലന്റ് പോകുന്ന ആംബുലൻസുകളാണ് കാണുന്നത്. അത്തരം കാര്യങ്ങൾ, വയനാടിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച കാർഷിക പ്രശ്നങ്ങൾ, ആ ഒരു വയനാട് എന്ന് പറയുന്ന കൊച്ചു ജില്ലയുടെ വികസന വിഷയങ്ങൾ, ആദിവാസി വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതിയും മതവും പ്രഥമ പരിഗണന വരുന്നു. അല്ലെങ്കിൽ ഇത് ഷുഗർ സീറ്റാണ്, വലിയ മാർജിൽ ജയിക്കാവുന്ന സീറ്റ് എന്നവർക്ക് കൂടുതൽ ആളുകൾ മത്സരാർത്ഥികളായി വരുന്നു. നമുക്കറിയാം, ഈ ചർച്ച നടക്കുന്ന സമയങ്ങളിൽ പോലും മുഖ്യധാര പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തിന് വൈകുകയാണ്. NDAക്ക് തോന്നുന്നു വളരെ കുറച്ചുകൂടി വൈകിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ വയനാട്ടിലെ ജനവിഭാഗത്തെ നേരിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിയുന്നില്ല? അതെനിക്ക് തോന്നുന്നു അതിനകത്തൊരു ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സ്വയം വിമർശനമായിട്ട് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് പോലും വയനാടിൻ്റെ കാർഷിക പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് മുൻപ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. SC വർഗീസ് അടക്കമുള്ള സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു സമയത്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കർഷകരുടെ രാഷ്ട്രീയം ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നമ്മൾ തെരഞ്ഞെടുപ്പ് സമയം എല്ലാവരും പറയുന്നു എന്നല്ലാതെ നമുക്കറിയാം, കല്ലിൻ്റെ മുകളിൽ രണ്ടാമതൊരു കല്ല്, സർക്കല്ലിൻ്റെ മുകളിൽ കല്ല് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പൊതുജന ആരോഗ്യ രംഗത്ത് ഇതുപോലെയാണ് അവസ്ഥയിൽ. ആദിവാസി മേഖല ഇതുപോലെ തന്നെയാണ്. ഒരു എടുത്തു പറയത്തക്ക നേട്ടം കഴിഞ്ഞ കാലങ്ങളിൽ വയനാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് ചർച്ച ചെയ്യേണ്ടത്. അത് മുഖ്യ പ്രചരണ രീതിയായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. മാധ്യമങ്ങൾ ആ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊന്നും നിർഭാഗ്യവശാലെങ്കിലും, അങ്ങനെ പറയേണ്ടി വരും, വയനാടിനെ നേരിട്ട് ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് എത്തിയിട്ടില്ല എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ ബിജു കാക്കത്തോട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു, അതിന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്നതിനേക്കാൾ ഉപരി മാറി നിന്നുകൊണ്ട് നിരീക്ഷിക്കുമ്പോൾ ലഭിച്ച ഒരു നിരീക്ഷണം എന്താണ്? വയനാട്ടിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തീർച്ചയായും അതിന്റെ വിരുദ്ധമായൊരു നിലപാടാവാം, കാഴ്ചപ്പാടിലുണ്ടായ വ്യത്യാസമാവാം പുതിയൊരു മുന്നണിക്ക് രൂപം കൊടുക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചത്, താങ്കളുടെ കൂട്ടത്തിലുള്ള ആളുകളെ പ്രേരിപ്പിച്ചത്. പക്ഷേ മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഈ കാഴ്ചപ്പാടുകളെ താങ്കൾ എങ്ങനെ കാണുന്നുണ്ട്? ഇപ്പം വയനാട് പാർലമെൻറ്റ് മണ്ഡലം പോലൊരു മണ്ഡലത്തിൽ ഏകദേശം നമ്മൾ കണക്കാക്കുന്നത് 13,60,000 മേലെ മൊത്തം വോട്ടർമാരുള്ളൊരു പാർലമെൻറ്റ് മണ്ഡലമാണ് വയനാട് മണ്ഡലം. ഇവിടെ അധികവും ഏകദേശം 2,60,000 മേലെ ആദിവാസി വിഭാഗങ്ങളുടെ വോട്ടുകളാണ് കൂടുതലായിട്ടുമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും നമ്മൾ കണ്ടു, ഒരിക്കലും ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ ഒരു പട്ടികജാതിക്കാരൻ റിസർവേഷൻ സീറ്റ് ഇല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെയോ നിയമസഭയുടെയോ പടിവാതിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ഭാഗത്ത് നവോത്ഥാനം സൃഷ്ടിക്കുമ്പോഴും മറുഭാഗത്ത് ഞങ്ങൾ പിന്നോക്കക്കാരോടൊപ്പം പറയുകയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് കാണിക്കുന്ന ഒരു മനസ്ഥിതി, അതിൻ്റെ പ്രകടമായ മുഖം ഈ ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ആലത്തൂർ മണ്ഡലത്തിലടക്കം എടുത്ത് പരിശോധിച്ചാൽ അറിയാം, രമ്യ ഹരിദാസിൻ്റെ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അവർ വലിയ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് രമ്യ ഹരിദാസ്. പക്ഷേ ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാൻ UDF നേതൃത്വത്തിന് താല്പര്യമില്ല. അപ്പം റിസർവേഷൻ സീറ്റുകളിൽ മത്സരിക്കാൻ ആദിവാസികളിൽ കഴിവുള്ള വ്യക്തി ആരാണോ അവരെ കൊണ്ടുവരിക. അല്ലാതെ സീറ്റുകളിൽ ആദിവാസികളെ എങ്ങനെയായാലും ഇലക്ഷൻ സമയത്ത് ചെറിയ ഒരു പാരിതോഷികം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഈ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് വയനാടിൻ്റെ സാഹചര്യത്തിൽ നമ്മളത് പരിശോധിച്ചാൽ അറിയാം.
വയനാട് ജില്ലയിൽ ഭൂരിഭാഗം വരുന്ന ആദിവാസി വിഭാഗത്തിനും 1 സെന്റ് ഭൂമിയില്ല. വനാവകാശ നിയമം പോലുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വനാവകാശ നിയമം, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആ നിയമം ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞ UPA സർക്കാരിനും അത് കഴിഞ്ഞിട്ട് മാറി വന്ന BJP സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനം പോലും കേരളം പോലെ സംസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് നമ്മൾ വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നേരത്തെ ഒരു സൂചിപ്പിച്ചതുപോലെ വയനാട് മെഡിക്കൽ കോളേജ് രാത്രിയാത്രാ നിരോധനം, അത്തരം ഒത്തിരി പ്രശ്നങ്ങൾ. ഇപ്പോൾ വയനാടിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഈ പറഞ്ഞ BJP സർക്കാർ വയനാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് കൊണ്ടുവന്നിട്ട് പോലും അത് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർത്തും വയനാടിനോട് കാണിക്കുന്ന ഒരു അവഗണന, അത് ആദിവാസി മേഖലയിലായിക്കോട്ടെ അനാദിവാസി മേഖലയിലായിക്കോട്ടെ, വികസനം എന്നുള്ളത് വയനാടുകാർക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല മീഡിയ ഫേസ്ബുക്കിലടക്കം വയനാട്ടുകാരെ ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കണ്ടു. വയനാട്ടുകാർ പുലിയുടെ തോലണിഞ്ഞ് നടക്കുന്ന ആളുകളാണ്, കാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്, അവർക്ക് വികസനം എന്നുള്ളത് തീണ്ടാപ്പാട് അകലെയാണെന്നുള്ളൊരു സ്ഥിതിവിശേഷം രാഷ്ട്രീയ പാർട്ടികൾ മാറ്റിക്കൊണ്ട് വയനാടിൻ്റെ വികസനത്തിൽ ഒരു പ്രാതിനിധ്യം, ഒരു മുൻഗണന രാഷ്ട്രീയ പാർട്ടികൾ നൽകാതെ ഇപ്പോൾ പ്രചരണ വിഷയത്തിലടക്കം വയനാടിൻ്റെ വികസന കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല. ശരിക്കും സ്ഥാനാർത്ഥി നിർണയം പോലും UDFൻ്റെ കാര്യത്തിൽ അവർ അമിതമായ ആത്മവിശ്വാസം കാണിച്ചുകൊണ്ടിരിക്കുന്നു. BJPയുടെ ഒരു സ്ഥാനാർത്ഥി നിർണയം ആയിട്ടില്ല. അപ്പം ഈ സാഹചര്യത്തിൽ വയനാട് മണ്ഡലത്തിൽ ആദിവാസികളോടും അതുപോലെ തന്നെ വികസനം ആഗ്രഹിക്കുന്ന ജനവിഭാഗത്തോടും കാണിക്കുന്ന അവഗണന, അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് വരും വർഷങ്ങളിൽ വരും ഇലക്ഷനുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന സമയത്ത് ആദിവാസികൾക്ക് വേണ്ട പ്രാതിനിധ്യം, റിസർവേഷൻ സീറ്റുകളിൽ മാത്രം മത്സരിക്കേണ്ട ആളുകളല്ല ആദിവാസികൾ, അവർക്ക് ജനറൽ സീറ്റിൽ മത്സരിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആശയവും അഭിപ്രായങ്ങളും പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് വരേണ്ടതുണ്ട്. അത് വരാൻ ഈ ഒരു ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ഇടയാവുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് ഞങ്ങൾക്ക് മാറാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ UDF ഇവിടെ എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്ന് നമുക്കറിയാം. അതിന് മുന്നേയുള്ള ഇലക്ഷനിൽ എത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നറിയാം. ഇവിടെ ആദിവാസി വിഭാഗങ്ങൾക്ക് ഇത്രത്തോളം വോട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യം എല്ലാ മുന്നണികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ കൃത്യമായൊരു മത്സരം, ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതിൽ ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസം പുലർത്തുന്നു. വരും ദിവസങ്ങളിൽ വയനാട്ടിലെ ജനസമൂഹങ്ങൾ ഈ വികസനങ്ങളിലെല്ലാം വഴിമുട്ടി നിൽക്കുന്ന പ്രതിഷേധം, രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങളിലൂടെ അവർ പ്രതിഷേധം അറിയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച താങ്കൾ നടത്തി. വയനാട് വികസനം ആവശ്യമില്ലാത്ത നാടാണ്, അത് ട്രോളന്മാർക്ക് പുതിയ ഒരു വിഷയമായി വയനാട് ലോക്സഭാ മണ്ഡലം മാറിയിരിക്കുന്നു. ശ്രീ ബിനു ജോർജ്, വളരെ പ്രസക്തമായ ഒരു ചർച്ച തന്നെയാണ്. കാരണം UDF അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള തീരുമാനമെടുത്ത സമയത്ത് കണ്ടതാണ് ഒട്ടനവധി സ്ഥാനാർത്ഥികൾ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ അടക്കം, MM ഹസൻ അടക്കം, K മുരളീധരൻ അടക്കമുള്ള നിരവധി നേതാക്കൾ, ഷാനിമോൾ ഉസ്മാനും T സിദ്ദീഖും ഒക്കെ പിന്നീട് കടന്നു വന്നു. അത്ര വിപുലമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഒരു പാക്കേജ് പോലെ പ്രഖ്യാപിച്ചു വയനാട് ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി. ഇവിടെ UDFന്റെ നിലപാട് അങ്ങനെ ഇരിക്കട്ടെ. NDA മുന്നണി ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. CPI ആവട്ടെ നേരത്തെ പ്രഖ്യാപിച്ച് മുന്നേറാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം, ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം, ഇത്രത്തോളം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രതീക്ഷ അർപ്പിക്കാൻ UDFന് എങ്ങനെ സാധിക്കുന്നു? ഈ മറ്റ് ചർച്ചകളൊന്നും ഒരു പാർട്ടികളും ഉന്നയിക്കുന്നില്ല. അതേപോലെ തന്നെ CPI മുന്നണിയാവട്ടെ, CPIയുടെ LDF ആവട്ടെ, വികസന കാഴ്ചപ്പാടുകളൊന്നും എന്തുകൊണ്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഇത്രയേറെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നണികൾ കടന്നു വരാൻ NDA പ്രഖ്യാപിക്കാത്തത്? ഇപ്പോഴും അതിൽ ചില പടലപ്പിണക്കങ്ങൾ ഉള്ളത് കൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടും. BDJSന് സീറ്റ് കൂടി അവർ കൂടി കടന്നു വന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം ഇത്രയധികം രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു? എൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത് വയനാടിന് സ്വന്തമായിട്ട് ഒരു ലോക്സഭാ മണ്ഡലം കിട്ടിയിട്ടുള്ള 3ാമത്തെ തെരഞ്ഞെടുപ്പ് വരുന്നത് 2004. അതിനു മുമ്പ് 1962 തൊട്ട് 2004 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അതിൽ 3 തവണ മാത്രമേ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ തവണയും UDF കോൺഗ്രസ് ആണ് ജയിച്ചിരുന്നത്. അതിൽ നിന്ന് ഉളവാകുന്ന ഒരു അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടൊക്കെയാണ് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഏത് കുറ്റിച്ചുപുല്ല നിർത്തിയാലും ജയിക്കും, പിന്നെ വയനാട്ടിലായാൽ ഇടയ്ക്കും തല കാണിച്ചാൽ മതി, പോകേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെയുള്ള വരുന്നത്. പക്ഷെ അതിനൊക്കെ പ്രതികരിക്കേണ്ട വോട്ടർമാരാണ്. പിന്നെ വേറെ ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയേണ്ടത്, ഇപ്പം ഇങ്ങനെ അമിതമായ അഹങ്കാരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ അതിനും ജനം തിരിച്ചടിക്കും. കാരണം
ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 2009 എം എ ഷാനവാസ് അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചപ്പോൾ അതായത് റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടി. 1,53,000 പരം ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. തീർച്ചയായും ആ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം 1,53,439. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പില് എന്തുണ്ടായി? 20,000 പരം വോട്ടിന് അത്രയും ഭൂരിപക്ഷം അത്രയും കുറഞ്ഞു പോയി. അത് മാത്രമല്ല, വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങൾ കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി, അത് കൽപ്പറ്റയിൽ മാത്രം നാമമാത്രമായ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഷാനവാസിന് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 മണ്ഡലങ്ങളും LDF ആണ് ലീഡ് ചെയ്തത്. പക്ഷെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മാത്രമാണ് കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ പറ്റിയത്. അതിങ്ങനെ അതായത് ചരിത്രം മാറി വരുന്നുണ്ട്. ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ ഇങ്ങനെ അവഹേളിക്കും തോറും അവർക്ക് പ്രതികരിക്കാൻ അറിയാം എന്ന ഒരു സൂചനകൾ വോട്ടർമാർ നൽകുന്നുണ്ട്. അതുകൊണ്ട് അതായത് ഈ ഭൂരിഭാഗം സമയങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. അതുകൊണ്ട് വയനാടിന്റെ ഷുവർ സീറ്റ്. അതുകൊണ്ടാണ് അതായത് ഇടയ്ക്ക് പ്രചരണം നടന്നിരുന്നു രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ മത്സരിച്ചേക്കും. കാരണം രാഹുൽ ഗാന്ധിനെ പോലുള്ള ആളുകൾ വിജയിക്കേണ്ട. അതാണ് രാഹുൽ ഗാന്ധി വരെ ചർച്ച ചെയ്യപ്പെട്ടു ഈ മണ്ഡലത്തിൽ. പിന്നെ KC വേണുഗോപാൽ അതുപോലെ. അതായത് കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് അതായത് ആ ഒരു കാര്യം ഏത് രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രത്യേക എതിർപ്പുകൊണ്ട് പറയുന്നല്ല. അതായത് ഒരു മണ്ഡലത്തിലെ വോട്ടർമാരോട് KC വേണുഗോപാലിന് AICC നേതാവാണ്, അദ്ദേഹത്തിന്റെ ഓഫീസ് കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണം. അന്നേരം മുഴുവൻ സമയം പാർട്ടി പൊതു സഹകരണത്തിന് സമയം കിട്ടില്ല. അന്നേരം വയനാട്ടിലായ തലയിട്ടാൽ മതി. അതൊക്കെ ഭയങ്കര പ്രതിഷേധമാകുക. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വയനാടിനെ കാണാൻ പാടില്ല ശരിക്കും. വളരെ നല്ലൊരു ചർച്ച തന്നെയാണ്. അതോടൊപ്പം തന്നെ ശ്രീ KM ഷിനോജ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2014 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ആ തെരഞ്ഞെടുപ്പിലാണ് ഷാനവാസിന് 80% വോട്ട് കുറഞ്ഞ്, അതായത് 1,53,439 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശ്രീ MI ഷാനവാസ് നേരെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. 20,870 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക്. വലിയ 5 വർഷം കൊണ്ട് 80% വോട്ടിന്റെ കുറവ്. അവിടെയും ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2014 മത്സരിക്കുമ്പോൾ SDPIയുടെ വോട്ടുകൾ അവിടെയുണ്ട്. 14,327 വോട്ടുകൾ SDPIയുടെ വോട്ടുകളാണ്. അതുപോലെ രശ്മിൽനാഥ് BJP അന്ന് നേടിയത് 8%, 9%-ത്തിനടുത്ത് വോട്ടുകളാണ്. അപ്പോൾ ഇത്തരം ഫാക്ടുകളൊക്കെ നിലനിൽക്കെ ഇതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 2009 ലോക്സഭ ആയതിനു ശേഷമുള്ള വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ 1,00,000 അടുത്ത് വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ശരിക്ക് 2,50,000 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം UDFന് അങ്ങനെയാണെങ്കിൽ കാണാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം മാറി 2014 എത്തിയപ്പോൾ 80% വോട്ടിന്റെ കുറവാണ് ഷാനവാസ് ഉണ്ടായത്. അപ്പൊ ഈ തവണ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, മുന്നിട്ടിറങ്ങുന്നു. ഇവിടെ എങ്ങനെ നമുക്ക് ഈ ഒരു ഇതിനെ കാണാൻ കഴിയും? പ്രത്യേകിച്ച് ഇത്തരം വിവാദങ്ങൾ, ശ്രീ ബിനു ജോർജ് പറഞ്ഞതുപോലുള്ള വിവാദങ്ങൾ കൂടി UDFനെ പിന്തുടരുകയാണ്. വിവാദങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം ഒരു ജില്ലയെ, ഒരു മണ്ഡലത്തെ ആകെ ഏത് കുറ്റിച്ചിലും നിന്നാൽ ജയിക്കും എന്ന് പരസ്യമായി ഒരു പാർട്ടിയുടെ വക്താവ് പറയുക, അതേപോലെ തന്നെ വല്ലപ്പോഴും പോയി വന്നാൽ മതി എന്ന് വളരെ ലാഘവത്തോടെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറയുക, അത് സ്വാഭാവികമായിട്ടും മണ്ഡലത്തിൻ്റെ മനസ്സിൽ, പ്രത്യേകിച്ചും നവമാധ്യമങ്ങളിൽ, യുവമനസ്സുകളിൽ കുടികൊള്ളുമെന്നുള്ളത് തർക്കമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ പറയുമെങ്കിലും ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ത്യ ആര് ഭരിക്കണം, മോദി തുടരണമോ രാഹുൽ വരണമോ തുടങ്ങിയ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റും ചെയ്യുമ്പോൾ ഇതൊന്നും അല്പം പിന്നോട്ട് മാറിപ്പോകുന്നതാണ് എൻ്റെ ഒരു മാധ്യമപ്രവർത്തക നിലയ്ക്കുള്ള എൻ്റെ ഒരു നിരീക്ഷണം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു വെച്ച വിഷയങ്ങളാണ്. ഇങ്ങനെയൊക്കെ മതിയോ വയനാടിന് എന്നൊരു ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട്. വയനാടിൻ്റെ പൊതുസമൂഹം ഉന്നയിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് വയനാട് എന്നുള്ളത് എടുത്തു പറയണം. കാരണം ഈ ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ മറ്റൊരു ജില്ലയിലും ഇല്ല. ഇത് പറയുമ്പോൾ ഒരു വില കുറഞ്ഞ പ്രാദേശികവാദമായിട്ടോ ഇതിനെ നമ്മൾ കാണേണ്ടതില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ദേശീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. മലയാളികളായിട്ടുള്ള ആളുകൾ ഡൽഹിയിൽ നിന്നും കൃഷ്ണമേനോനെ പോലുള്ള ആളുകൾ ബോംബെയിൽ ജയിച്ചിട്ടുണ്ട്, CN സ്റ്റീഫനൊക്കെ ഡൽഹിയിൽ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയും ആർക്കും മത്സരിക്കാം, അതിലൊന്നും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു വില കുറഞ്ഞ പ്രാദേശികത ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ വയനാട് ഒരു ഷുവർ സീറ്റാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഉറച്ച കോട്ടയാണ്, ഒരു ഉരുക്ക് കോട്ടയാണെന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള
സൗകര്യങ്ങൾ അമേഠിയാണ് എന്ന് വരെ വിശേഷിപ്പിക്കും, അങ്ങനെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ കിട്ടുന്ന സൗകര്യം, ഇപ്പൊ സ്ഥിരമായി ജയിച്ചു പോകുന്ന ചില കുത്തക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടല്ലോ, അവർക്കെല്ലാം കിട്ടുന്ന ആനുകൂല്യങ്ങൾ, വലിയ തോതിലുള്ള സംവിധാനങ്ങളൊക്കെ വയനാടിൽ വന്നിട്ടുള്ളത് ചർച്ച ചെയ്യണം. ഇവിടുത്തെ ആദിവാസി ഭൂമി പ്രശ്നത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വനാവകാശ നിയമത്തിലും ആദിവാസി ഭൂമി വിതരണത്തിലും ഒക്കെ ഇടപെടൽ നടക്കേണ്ടത് അത്തരത്തിലാണ്. അങ്ങനെയുള്ള ഇടപെടൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആദിവാസി മേഖലയിൽ, കാർഷിക മേഖലയിൽ എന്തുകൊണ്ട് വയനാടിന്റെ കാർഷിക പ്രശ്നങ്ങൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല? അതൊരു അജണ്ടയിലേക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്തരം കമന്റുകളാണോ, മീൻസ് കമന്റ് ചെയ്തത് നന്നായി എന്നല്ല, അത് വയനാടിനുള്ള അവഹേളനമാണ് എന്ന വാദത്തോട് നിരാകരിക്കുന്നില്ല. പക്ഷെ വയനാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇത്തവണയെങ്കിലും മുന്നോട്ട് ഉന്നയിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. അതിനെ പൊതു ചർച്ചയാക്കി നിർത്തുന്നതിന് ഇവിടുത്തെ വോട്ടർമാർക്കും മാധ്യമം കഴിയണം എന്നുള്ള എൻ്റെ മുൻ അഭിപ്രായത്തിൽ അടിവരയിടാനാണ് ഞാൻ ഈ സമയവും വിനിയോഗിക്കുക. ശ്രീ ബിജു കാക്കത്തോട്, വലിയ പ്രതീക്ഷയോടുകൂടി ഇപ്പം ആദിവാസി ജനവിഭാഗങ്ങളുടെ മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന നിരവധി മുന്നണികളുണ്ട്. സി കെ ജാനുവിന്റെ, കെ ഗീതാനന്ദന്റെ, അങ്ങനെ നിരവധി AKS അടക്കമുള്ള നിരവധി സംഘടനകൾ രംഗത്തുണ്ട്. താങ്കളുടെ പാർട്ടിക്ക്, അല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പുതിയ ആശയപരമായ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനത്തിൽ എത്രത്തോളം മാറ്റം വരുത്താൻ സാധിക്കും? പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ താങ്കൾ ഒരു പുതിയ മുന്നണിയുമായി രംഗത്ത് വരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഒരു മുന്നണി രൂപവൽക്കരണത്തിന് തുനിയാനുള്ള കാരണം? ഇത് എത്രത്തോളം ആത്മവിശ്വാസം പകരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയാകുമെന്നാണ് ചിന്തിക്കുന്നത്? ആദ്യമേ ഞാൻ പറയാം, ഇതൊരു ശരിക്കൊരു മുന്നണിയല്ല. ഞാൻ അതാദ്യം സൂചിപ്പിക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് ആദിവാസി യുവാക്കൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഗോത്ര. അതിൻ്റെ സംസ്ഥാന ചെയർമാനാണ് ഞാൻ. കഴിഞ്ഞ കേരളത്തിൽ 8 ജില്ലയിലോളം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു പ്രസ്ഥാനമാണെന്ന് അവകാശപ്പെടാൻ ഞാൻ ആരുമല്ല. കാരണം എനിക്ക് മുന്നേ തുടക്കം കുറിച്ച സി കെ ജാനു, ഗീതാനന്ദൻ പോലെയുള്ള ഒത്തിരി നേതാക്കൾ തുടക്കം കുറിച്ചൊരു ജില്ലയാണ് വയനാട്. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ആദിവാസി നേതാക്കളാണ്. പക്ഷേ ഇവരെല്ലാം വീക്ഷിക്കുന്നൊരു വീക്ഷണമുണ്ട്. ആദിവാസി വിഭാഗങ്ങളുടെ വികസനത്തിന്മേൽ ഓരോ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും വീക്ഷിക്കുന്ന വീക്ഷണത്തിലാണ് പ്രശ്നമുള്ളത്. കാരണം ഞങ്ങൾ ഈ ഒരു ആലോചനയിലേക്ക് വരുന്നത് ശരിക്കും വയനാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ശരിക്കും ഞാൻ ഒരു വ്യക്തിയെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സി കെ ജാനു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം NDAയുടെ കൂടെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ഇവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു 4-5 മാസം മുന്നേ അവർ LDFൻ്റെ ഭാഗമായിട്ട് പോയി. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തും സി കെ ജാനുവിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് വയനാട് പാർലമെൻറ്റ് മണ്ഡലം ശ്രീ കാനം രാജേന്ദ്രൻ വഴി CPI അവർക്ക് കൊടുക്കുന്നുള്ള പ്രതീക്ഷ സി കെ ജാനുവിനുണ്ടായിരുന്നു. അത് പരസ്യമായിട്ടല്ലെങ്കിലും അവർ പ്രകടിപ്പിച്ചിരുന്നു, അത് വസ്തുതയാണ്. പക്ഷേ അവസാനം സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ സി കെ ജാനുവിന് വയനാട് ജില്ലയിൽ യാതൊരുവിധ ജനപിന്തുണയും അവരുടെ സമൂഹത്തിനിടയിൽ ഇല്ല എന്നുള്ള ബോധ്യത്തോടെ സ്ഥാനാർത്ഥിത്വം PP സുനിലിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പല നേതാക്കളും, ഇപ്പോൾ ഞാൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദിവാസി പോപ്പുലേഷനേക്കാളും കൂടുതൽ ആദിവാസി സംഘടനകളുടെ എണ്ണമാണ് കൂടുതൽ കേരളത്തിൽ. സംഘടന കൊണ്ട് എണ്ണത്തിൽ കൂടുതലും, എന്നാൽ സംഘടിക്കുന്നതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് ആദിവാസികൾ എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരിക. കാരണം യുവാക്കൾ അടങ്ങുന്ന ഒരു വിഭാഗങ്ങളെ, പിന്നെ ഈ വയസ്സായ ആളുകളെയൊന്നും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. കാരണം അവരുടെ ചിന്താഗതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ യുവതലമുറയെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചുകൊണ്ട്, കാരണം അധികാരങ്ങളും നിയമസഭയും പാർലമെൻറ്റും ഒന്നും ആദിവാസികൾക്ക് അന്യാധീനപ്പെട്ടതല്ല. അവിടെ പോയിരുന്ന് സംസാരിക്കാനും അവകാശങ്ങൾ നേടാനും കഴിയാത്തിടത്തോളം വലിയ സമരങ്ങൾ കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുത്തങ്ങ സമരം മുതൽ ഇങ്ങോട്ട് നടന്ന സമരങ്ങൾ, അതിന് മുന്നേ നടന്ന സെക്രട്ടേറിയറ്റ് സമരം, നിൽപ്പ് സമരം, സെക്രട്ടേറിയറ്റ് സമരം, മുത്തങ്ങ സമരം, ഇതിൻ്റെ എല്ലാം സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ പല പോളിസി മേക്കിംഗ് നടന്നിട്ടുള്ളൂ എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി മാറി മാറി വന്ന ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നിൽപ്പ് സമരത്തിൻ്റെ എഗ്രിമെൻ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് മുത്തങ്ങയിൽ കുടിൽ കെട്ടി താമസിച്ച ഏകദേശം 590ഓളം കുടുംബങ്ങൾക്ക് ഭൂമിയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞിട്ടാണ് നിൽപ്പ് സമരം അവസാനിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ടും ഇതുവരെ അതിനൊരു പൂർണ്ണത എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കി ഒരു മാസ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉപരിയായിക്കൊണ്ട് അധികാരത്തിൻ്റെ മേൽത്തട്ടിലേക്ക് എങ്ങനെ എത്താം, അതാണ് നമ്മളിനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പം സി കെ ജാനു ഒരു ഭൂസമരം നടത്തി, ഓക്കെ, സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല നിയമങ്ങളും കേരളത്തിലും ഇന്ത്യയിലും അടക്കം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വനാവകാശ നിയമം പോലും എടുത്ത് പരിശോധിച്ചാൽ അറിയാം, മുത്തങ്ങ സമരത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണത്. പക്ഷേ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കടുക്കുമ്പോൾ ആദർശപരമായി പിന്നോക്കം പോകുന്നതാണ് പല പാർട്ടികളിലും കണ്ടിട്ടുള്ളത്. അത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ആദിവാസി സമൂഹത്തിന് എത്രത്തോളം ഗുണം ചെയ്യും? അത് അല്ല, അധികാര രാഷ്ട്രീയം ഇനി നേടാത്തിടത്തോളം ആദിവാസികൾക്ക് മോചനം ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആദിവാസി സംഘടനകളുടെ ദൗർലഭ്യം. കാരണം അവരുടെ ആ ഒരു കൂട്ടായ്മ വയനാട് ജില്ല അല്ല കേരളത്തിൽ തന്നെ ഇല്ല തീർത്തും.
കാരണം പല സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളുടെയും വാലുകളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ AKS പോലെയുള്ള സംഘടന തീർത്തും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒത്തിരി നേതാക്കന്മാരുള്ള ഒരു സംഘടനയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു പരിധിയുണ്ട് ആ സംഘടനയ്ക്കല്ല. അതുപോലെ ആദിവാസി കോൺഗ്രസ്, ആദിവാസി സംഘം എന്ന് പറയുന്നത് BJPയുടെ സംഘടന. അപ്പോൾ ഈ സംഘടനകൾക്കെല്ലാം ഉപരി ആദിവാസികൾ മുഖ്യധാരയിൽ എത്തണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആദിവാസി പ്രതിനിധികൾ സംഘടനയ്ക്ക് പുറത്തുണ്ട്. ഓക്കെ, അധികാരം ഇത്തവണ ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എത്രത്തോളം വോട്ടുകൾ മാറ്റം വരുത്താൻ സാധിക്കും? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്ക് എത്രത്തോളം വോട്ടുകളിൽ LDF-ന്റെയോ UDF-ന്റെയോ BJP-യുടെയോ NDA മുന്നണിയോ ആരുടെ ആവട്ടെ എത്രത്തോളം വോട്ട് ശതമാനം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് ഇപ്പോൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം 7 നിയമസഭാ മണ്ഡലങ്ങളെന്ന പാർലമെന്റ് മണ്ഡലമാണ്. അതിൽ 4 മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ശക്തമായ സ്വാധീനമുണ്ട്. ഏതൊക്കെയാണ് അത്? വയനാട്, കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി, അതുപോലെ നിലമ്പൂർ മണ്ഡലം. ഈ 4 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രാതിനിധ്യമുണ്ട്. മറ്റു 3 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് അത്ര വലിയ പ്രാതിനിധ്യമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 20,000 വോട്ടിന് മേലെ സ്കോർ ചെയ്യാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന പൊതുസമൂഹം. കാരണം ഈ രാഷ്ട്രീയ ഇപ്പോൾ UPA സർക്കാർ ഉണ്ടാകുന്ന സമയത്തും BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും നടപ്പിലാക്കാത്ത ഒത്തിരി പദ്ധതികൾ വയനാട്ടിൽ പ്രതിഷേധ വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഓക്കെ, താങ്കളിലേക്ക് വീണ്ടും വരാം. ശ്രീ ബിനു ജോർജ്, ഇപ്പം ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് LDF-ന്റെ വലിയ പ്രതീക്ഷയാണ്. LDF മുന്നണി തീർച്ചയായും മെഡിക്കൽ കോളേജ് വിഷയം വലിയൊരു വിഷയമായി LDF-ന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ രാത്രിയാത്രാ നിരോധനം വലിയ പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. റെയിൽവേ വിഷയങ്ങൾ, റെയിൽവേക്ക് കേന്ദ്രം പ്രഖ്യാപിക്കുകയും ഫണ്ട് നൽകാൻ തയ്യാറാവുകയും LDF മുന്നണി അത് നൽകാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കും. അപ്പൊ LDF-ന് എത്രത്തോളം പ്രതീക്ഷിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? പ്രത്യേകിച്ച് വലിയ മാർജിൻ വ്യത്യാസത്തോടു കൂടി 80% വോട്ട് കുറച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ സത്യൻ മൊകേരി പരാജയം സമ്മതിച്ചത്. 20,000 അതിലധികം വോട്ട് മാത്രം, 1.5 ലക്ഷവും മുരളീധരന്റെ വോട്ട് കൂട്ടിയാൽ 2.5 ലക്ഷത്തിലധികവും കിട്ടേണ്ട UDF-ന് ഇത്തവണ അത് എങ്ങനെ മാറ്റം വരുന്നത്? LDF-ന് ഇത് എത്രത്തോളം ബാധിക്കും? ഇത്തരം വിഷയങ്ങളൊക്കെ വിവാദമായിട്ട് തന്നെ നിലനിൽക്കുന്നത്. അത് ഈ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ LDF-ന്റെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട്? ആ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ വയനാട് മെഡിക്കൽ കോളേജിന്റെ വിഷയം അത് LDF-നെ ചെറുതായിട്ടെങ്കിലും ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വടക്കുമല ഭൂമിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് അവിടെ സ്ഥാപിക്കേണ്ട ഒരു തീരുമാനം സർക്കാർ എടുത്തു. നമുക്കറിയാം വയനാടിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെച്ചാൽ എല്ലായിടത്തും കുന്നുമലകളും ചെരുവുകളൊക്കെ എല്ലാം സെൻസിറ്റീവായ പ്രദേശങ്ങളാണ്. ഇനിയിപ്പോൾ വയനാട്ടിലെ ഏത് മുക്കിൻ മൂലയിൽ സ്ഥലം എടുത്താലും മെഡിക്കൽ കോളേജിന് എടുത്താലും അതെല്ലാം പാരിസ്ഥിതിക പഠനം നടത്തേണ്ടി വരും. അന്നേരം ഇവിടെ ഈ മടക്കിമലയിലെ ഭൂമി ഈ പാരിസ്ഥിതിക പഠനം നടത്താൻ മണ്ണിൻ്റെ ഘടന അടക്കമുള്ള ശാസ്ത്ര പ്രതിഭാസങ്ങൾ പഠിക്കാൻ സമയം വൈകും. അതുകൊണ്ട് വേറെ ഒരു സ്ഥലം എടുക്കാമെന്നാണ് LDF സർക്കാർ പറയുന്നത്. പക്ഷെ നാളെ വേറെ ഏതെങ്കിലും താലൂക്കിലെ വില്ലേജിലെ ഭൂമി എടുത്താൽ ഇതേ വാദം ഉയരൂല്ലേ? അന്നേരം പൊതുവേ ഉള്ളൊരു അഭിപ്രായം അതായത് ഇവിടെ മടക്കിമല ഭൂമി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കരുതെന്ന് ഒരു റിപ്പോർട്ടും പറഞ്ഞിട്ടില്ല. ആ ഭൂമി അനുയോജ്യമാണോ എന്ന് പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാന്നാണ് പറഞ്ഞത്. ഇതെല്ലാ ഭൂമിയിലും ബാധകല്ലേ? അതായത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ വയനാടിന് ഏറ്റവും അനിവാര്യമായ മെഡിക്കൽ കോളേജ് ആകുന്ന സാഹചര്യത്തിൽ ഇവർക്ക് പഠനം നടത്താമായിരുന്നു. അങ്ങനെ പഠനം നടത്താതെ വേറെ ഒരു ഭൂമിയിലേക്ക് പോകുന്നു, അത് ബാധിക്കും. പിന്നെ UDF ആണ് മെഡിക്കൽ കോളേജിലൊരു പ്രപ്പോസൽ വെച്ചത്. അന്ന് LDF പ്രതിപക്ഷത്തിൽ നിന്ന് കുറേ ആശയങ്ങൾ ഉന്നയിച്ചു. ഇതൊന്നും മാറുന്നില്ല, ഒരു കാലം അങ്ങോട്ടും കൂടെ മാറുന്നല്ലേ, അതാണ് അത്രയുള്ള പ്രശ്നം. LDF തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് മെഡിക്കൽ കോളേജ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ UDF-ന്റെയും അതേപോലെ BJPയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? കാരണം BJP ഇത്ര നാളായിട്ടും ഇതുവരെയായിട്ടും സ്ഥാനാർത്ഥിയെ വ്യക്തമായി പ്രഖ്യാപിക്കാൻ BJPക്ക് NDA മുന്നണിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം BDJS-ന്റെ വരവ് ഇതൊക്കെ വയനാട്ടിലെ കഴിഞ്ഞ 2014 BJPയുടെ വോട്ട് എന്ന് പറയുന്നത് 8.83% രശ്മിൽനാഥ് നേടിയിട്ടുള്ളത്. അപ്പൊ NDA മുന്നണിക്ക് എത്രത്തോളം വോട്ടുകൾ എത്ര മുന്നേറാൻ സാധിക്കും? പ്രത്യേകിച്ച് ശബരിമല പ്രശ്നം കത്തി നിൽക്കുന്ന ഒരു സമയം. അതാണ് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്റെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിന് BJPയിൽ NDA മുന്നണിയിൽ ഇതുവരെ ലോക്സഭാ സീറ്റ് നേടാത്ത NDA മുന്നണിയിൽ പോലും കേരളത്തിൽ വലിയ പടലപ്പണക്കങ്ങൾ ഉണ്ടായി, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും വയനാടിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയം വരെ ആയിട്ടില്ല. അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ടെലികാസ്റ്റിംഗ് റിപ്പീറ്റേഷൻ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കാം. എങ്കിലും എത്രത്തോളം വോട്ട് മാറ്റാൻ സാധിക്കും? BDJS-ന്റെ വരവും ഇതിലെ പ്രശ്നങ്ങൾ, വയനാട്ടിലെ മറ്റു വിഷയങ്ങളെല്ലാം കൂടി ചേർത്ത് BJPക്ക് എത്രത്തോളം മുന്നേറാൻ സാധിക്കും? NDAക്ക്, BDJS അടക്കമുള്ള NDA മുന്നണിക്ക്? എനിക്ക് തോന്നുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ
ഒരു നല്ല കുതിച്ചുകയറ്റം നടത്താൻ കഴിയുന്ന സാഹചര്യം എന്തുകൊണ്ടോ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ NDA നേതൃത്വം ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നത്, പ്രചരണം മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇവിടെ BJP മത്സരരംഗത്തില്ല. അദ്ദേഹത്തിന് ഘടകകക്ഷിയായിട്ടുള്ള BDJS അല്ലെങ്കിൽ BDGS കൂടി സമ്മതനായിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുമെന്നുമാണ് ഇപ്പം ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് വരെ നിലവിലുള്ള അവസ്ഥ. അതിന് പകരം ഒരു BJP സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ എന്താ പറയുക, ഒരുപിടി യുവാക്കളൊക്കെ BJPയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജില്ലാ പ്രസിഡന്റ് പോലും സജി ശങ്കറൊക്കെ ചെറുപ്പക്കാരായ ആളുകളാണ്. താമര ചിഹ്നത്തിൽ ഒരു BJP നേതാവ് മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് ശതമാനം ഒരു 2 കൊണ്ടുവരാൻ കഴിയുമായിരുന്ന, ശബരിമലയൊക്കെ മുതലെടുത്തുകൊണ്ട് കഴിയുമായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആവേശത്തിലേക്ക് BJP വോട്ട് വലിയ തോതിൽ അത് വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. പരോക്ഷമായെങ്കിലും അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ UDFന് ഗുണം ചെയ്തു പോയേക്കാം. അങ്ങനെയാണല്ലോ ഒരു കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പൊതുവെ അവരുടെ വോട്ടുകൾ ഒരു ഫിക്സഡ് സ്വഭാവം കാണിക്കാറുണ്ട്. പലപ്പോഴും കർഷക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഷാനവാസിന്റെ വോട്ട് കുറഞ്ഞു പോയത്. ഇവിടെ മറ്റേ കടുവ സങ്കേതമാകുന്നു, കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെയും ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ, അന്ധമായ ചില പ്രചരണങ്ങൾ, അന്ധമായി എന്ന് ഞാൻ പറയാൻ കാരണം ഇടതുപക്ഷം നടത്തിയെന്നുള്ളത് കൊണ്ടല്ല, വയനാടിനെ ഒരുപക്ഷെ ഗുണകരമാകുമായിരുന്ന പരിസ്ഥിതി ലോക പ്രദേശം നൽകി പ്രളയത്തൊക്കെ നമ്മൾ പഠിക്കണ്ട. ഇടുക്കിക്കൊക്കെ ഒരു വീണ്ടും വിചാരം വന്നു. നിർഭാഗ്യവശാൽ വയനാട്ടിൽ അത്തരമൊരു ചർച്ച പോലും വന്നില്ല. എന്തുകൊണ്ട് ഗാഡ്ഗിൽ, എന്തുകൊണ്ട് കസ്തൂരിരംഗൻ എന്നുള്ള ഒരു കുലങ്കഷമായ ചർച്ച നിർഭാഗ്യവശാൽ ഇവിടെ ആരും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല. അവിടെ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാനവാസിന്റെ വോട്ട് ഗണ്യമായി ചോർത്തിക്കളഞ്ഞത് ഈ പറഞ്ഞ പുലിവരുന്ന എന്ന് പറഞ്ഞതുപോലെ വലിയ തോതിൽ ഇവിടെ ഇത്തരം നിയന്ത്രണങ്ങൾ വരും, അത് കൃഷിക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വോട്ട് കുറഞ്ഞു എന്ന് നമ്മൾ പറയും, 80% വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വയനാട് മണ്ഡലത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ഇതുവരെ ചർച്ചയിൽ വന്നില്ല. ഉദാഹരണത്തിന് വീരേന്ദ്രകുമാർ വിഭാഗം ജനതകളിൽ ഇടതുപക്ഷത്തിലേക്ക് പോയിട്ടുണ്ട്. അത് വലിയ വോട്ട് ബാങ്ക് ഒന്നും അല്ലെങ്കിൽ പോലും ഒരു ചെറിയ തലത്തിലാണെങ്കിൽ പോലും വോട്ടിനെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകമാണ്. CK ജാനു ഒരു വലിയ എന്താ പറയുക, എന്തൊക്കെ പറയാം, ദേശീയ തലത്തിൽ ആദിവാസി സമരത്തിന്റെ കുന്തമനയുമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അവർ BJPക്കാണ് വോട്ട് കൊടുക്കുന്നത്. അതേസമയം വെൽഫെയർ പാർട്ടി ഏകപക്ഷീയമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 20,000-നടുത്ത് മാത്രം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരം ചെറിയ ചലനങ്ങളെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അത് വീരേന്ദ്രകുമാറിൻ്റെതാണെങ്കിൽ ശരി, CK ജാനുവിൻ്റെ അത് ഇടതുപക്ഷത്തേക്കാണ്. ചില വലതുപക്ഷ വ്യതിയാനങ്ങൾ വെൽഫെയർ പാർട്ടിയുടെയൊക്കെ വന്നിട്ടുണ്ട്. അതിനെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഇന്ന് ന്യൂസ് ആൻഡ് ടോക്കിന്റെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട ചർച്ചകളിലൂടെ കടന്നുപോയി. പ്രത്യേകിച്ച് എന്തുകൊണ്ട് വയനാട് എന്ന ചോദ്യം പ്രേക്ഷകർക്ക് മുന്നിൽ ചാനൽ ചർച്ചയിലൂടെ പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് വയനാട് ചർച്ച ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് വയനാട് ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഈ 2 വിഷയങ്ങളാണ് നമ്മൾ എന്തുകൊണ്ട് വയനാട് എന്ന വിഷയത്തിലൂടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ, ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത വിഷയങ്ങളിലൂടെ വയനാട് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. വോട്ട് രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖങ്ങളുമായി രാഷ്ട്രീയ മുന്നണികൾ മുൻപോട്ട് വരുമ്പോൾ വികസന കാഴ്ചപ്പാടിന് വയനാടിന് എന്ത് സമ്മാനിക്കാൻ സാധിക്കും, വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വയനാടിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ചിന്താധാരയിലൂടെ ഓരോ പ്രേക്ഷകനും ഓരോ വോട്ടർമാരും കടന്നു പോകുമ്പോൾ ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമാവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി വയനാട് ലോക്സഭാ മണ്ഡലം മാറിയിരുന്നു. ചർച്ചകളിൽ ദേശീയ അധ്യക്ഷനടക്കമുള്ള ആളുകൾ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വരെ പരന്നിരുന്നു. അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട വയനാടിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് എന്ത് നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കും എന്ന ചോദ്യത്തോടു കൂടി ഇന്നത്തെ ന്യൂസ് ആൻഡ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ന്യൂസ് ആൻഡ് ടോക്കിൽ കാണും വരെ നന്ദി, നമസ്കാരം.